നമസ്തേ ബച്ചോ, പ്രിയപ്പെട്ട കുട്ടികളെ. ഇന്നത്തെ വീഡിയോയിൽ ടീച്ചർ പറയാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ യൂണിറ്റ് 3ൽ വരുന്ന ലാസ്റ്റ് ചാപ്റ്ററാണ് മേരി മാ. പാടുക നാം ഹേ മേരി മാ. ഇതൊരു ഫിലിമി ഗീതാണ്. പ്രസൂൺ ജോഷിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഫിലിമി ഗീതാണെന്ന് പറഞ്ഞല്ലോ, ഇതൊരു സിനിമാ പാട്ടാണ്. അപ്പോൾ ഫിലിം താരെ ജമീൻ പറാണ്. അമീർ ഖാനൊക്കെ നായകനായിട്ട് അഭിനയിച്ച ഒരു സിനിമയാണ്. ഇതിൽ ഒരു ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള, പഠന വൈകല്യമുള്ള, ഡിസ്ലെക്സിയ എന്നുള്ള ഒരു പഠന വൈകല്യമുള്ള ഒരു കുട്ടിയുടെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. പറ്റുമെങ്കിൽ ഈ സോങ് ഒന്ന് നിങ്ങൾ അടിച്ചു നോക്കി യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കി കാണുക. മാത്രമല്ല ഫിലിം പറ്റുമെങ്കിൽ ഒന്ന് കാണുക. അതിൽ ആ കുട്ടിക്ക് പഠന വൈകല്യമുള്ളതുകൊണ്ട് ആ കുട്ടി വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അതിൻ്റെ ഏട്ടനുണ്ട്. ഏട്ടൻ ഭയങ്കര സ്മാർട്ടാണ്, ആക്റ്റീവാണ്, സ്പോർട്സിലും പഠനത്തിലൊക്കെ ആക്റ്റീവാണ്, എല്ലാത്തിനും ഫസ്റ്റാണ്. പക്ഷെ എന്തായാലും മൂത്ത കുട്ടിയും ഇളയ കുട്ടിയും ഒരു താരതമ്യം അല്ലേ, ഒരു കമ്പാരിസനൊക്കെ ഉണ്ടാവും വീട്ടിൽ. അപ്പോൾ അതുപോലെ ഉണ്ടായി. അപ്പോൾ ആ കുട്ടി ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചു. അങ്ങനെ ബോർഡിങ്ങിൽ അയക്കുകയാണ് ഈ കുട്ടീനെ പഠിക്കാനൊക്കെ വേണ്ടിയിട്ട്. നന്നായിട്ട് പഠിക്കാൻ അച്ഛനമ്മയും ബോർഡിങ്ങിലാക്കിയിട്ട് വരികയാണ്. അച്ഛനമ്മയും ചേട്ടനും തിരിച്ചു വരിക. ആ കുട്ടീനെ ബോർഡിങ്ങിലാക്കിയിട്ട് വരുമ്പോഴുള്ളൊരു സോങ്ങാണത്. അപ്പോൾ പിന്നീട് വരുന്നത് ആ കുട്ടിയുടെ ലൈഫിലേക്ക് ഒരു ടീച്ചർ കടന്നു വരികയാണ്. അതാണ് അമീർ ഖാൻ. അപ്പോൾ അദ്ദേഹം ഈ കുട്ടിയുടെ ലേണിംഗ് ഡിസബിലിറ്റി ഒക്കെ മനസ്സിലാക്കി നല്ല മോട്ടിവേറ്റൊക്കെ ചെയ്ത് ആ കാര്യങ്ങൾ, അവനെ കൂടുതലും വരയ്ക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് കഴിവ്. അപ്പോൾ അതൊക്കെ മുന്നോട്ട് വെച്ച് അവനെ നന്നായിട്ട് എൻകറേജ് ചെയ്ത്, മാത്രമല്ല പഠനത്തിലൊക്കെ അവൻ പിന്നീട് മുന്നേറുകയാണ്. അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോറിയാണ്. അപ്പോൾ അമ്മ മകനെ ബോർഡിങ്ങിലാക്കിയിട്ട് വരുന്ന, അമ്മയും മകനും പിരിഞ്ഞ ഒരു സന്ദർഭത്തിൽ വരുന്ന ഒരു പാട്ടാണിത്. ഫിലിമി ഗീതാണ്. ടീച്ചർ ജസ്റ്റ് ഒന്ന് ഈണത്തിൽ ചൊല്ലാം. ശേഷം ഞാനിതൊന്ന് ഈ ചാപ്റ്ററിൻ്റെ മീനിങ് പറഞ്ഞുതരാം. ഓക്കെ. मैं कभी बतलाता नहीं, पर अंधेरे से डरता हूँ मैं माँ. यूँ तो मैं दिखलाता नहीं, तेरी परवाह करता हूँ मैं माँ. तुझे सब है पता है न माँ, तुझे सब है पता मेरी माँ. भीड़ में यूँ न छोड़ो मुझे, घर लौट के भी आना पाओ माँ. भेजना इतना दूर मुझको तू, याद भी तुझको आना पाऊँ माँ. क्या इतना बुरा हूँ मैं माँ, क्या इतना बुरा मेरी माँ. जब भी कभी पापा मुझे जो जोर से चूल्हा चुलाते हैं माँ, मेरी नज़र ढूंढे तुझे, सोचूं यही तो आके थामेगी माँ. उनसे मैं ये कहता नहीं, पर मैं सहम जाता हूँ माँ. चेहरे पे आने देता नहीं, दिल है दिल में घबराता हूँ माँ. तुझे सब है पता है न माँ, तुझे सब है पता मेरी माँ. ओ मैं कभी बतलाता नहीं, पर अंधेरे से डरता हूँ मैं माँ. यूँ तो मैं दिखलाता नहीं, तेरी परवाह करता हूँ मैं माँ. तुझे सब है पता है न माँ, तुझे सब है पता मेरी माँ. നമുക്കിതിൻ്റെ മീനിങ് ഒന്ന് നോക്കാം. മേ കഭി ബത്ലാത്ത നഹി, മേ കഭി ഞാനൊരിക്കലും, ബത്ലാത്ത നഹി ഞാനൊരിക്കലും പറയാറില്ല. ബത്ലാത്ത എന്ന് പറഞ്ഞാൽ പറയാറില്ല, ഞാനൊരിക്കലും പറയാറില്ല. പർ അന്ധേരെ സെ ഡർത്താ ഹൂ മേ മാ, പക്ഷെ എന്താണ്, എനിക്ക് ഇരുട്ടിനെ പേടിയാണ് അമ്മേ. അന്ധേരെ എന്ന് പറഞ്ഞാൽ ഇരുട്ട്, ഡർന ഡർത്ത എന്നൊക്കെ പറഞ്ഞാൽ പേടിക്കുക. യൂ തോ മേ ദിഖ്ലാത്ത നഹി, നിങ്ങളെന്നെ കാണിക്കാറില്ല. തേരി പരവാഹ കർത്താ ഹൂ മേ മാ, നിങ്ങളെന്നെ പരിപാലിക്കുന്നു അല്ലേ. തേരി പരവാഹ കർത്താ ഹൂ മേ മാ,
നിങ്ങളെ എന്താണ് ഞാൻ പരിപാലിക്കുന്നുണ്ട്. തേരി പരവാഹ്, നിങ്ങളെ ഞാൻ പരിപാലിക്കുന്നു. അതുപോലെ എന്താണ് ശ്രദ്ധിക്കുന്നു, ശ്രദ്ധിക്കുക എന്നാണ് കറക്റ്റ് വേർഡ് മീനിങ്. തേരി പരവാഹ് കർത്താഹു മേ മാ, ഞാൻ എന്താണ് അമ്മയെ പരിപാലിക്കുന്നു. തുജേ സബ് ഹേ പത്താ ഹേ നമ, നിങ്ങൾക്കെല്ലാം അറിയാം അമ്മേ. തുജേ സബ് ഹേ പത്താ മേരി മാ, നിങ്ങൾക്ക് എല്ലാം അറിയാം എൻ്റെ അമ്മേ എന്നാണ് പറയുന്നത്. അടുത്തത് ഭീഡ് മേ യൂന ചോടേ മുझ് ചോടോ മുझे, ഭീഡ് മേ യൂന ചോടോ മുझे, ഭീഡ് എന്ന് പറഞ്ഞാൽ തിരക്ക്, ആൾക്കൂട്ടത്തിൽ നിങ്ങൾ എന്നെ തനിച്ചാക്കരുത്. ഘർ ലൗട്ട് കെ ഭി ആ ന പാവുമാ, എനിക്കെന്താണ് പിന്നീട് വീട്ടിലോട്ട് തിരിച്ചു വരാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. ബേജ്ന ഇത്തന ദൂർ മുജ്കോ തോ, ഇത്ര ദൂരത്തേക്ക് എന്നെ എന്താണ് പറഞ്ഞയക്കരുത്. ക്യാ ഇത്തന ബുറാഹു മേ മാ, എന്താണ് ഇപ്പോൾ ചോദിക്കുന്നത്? മകൻ അമ്മയോട് എന്താണ് പറയുന്നത്? ആൾക്കൂട്ടത്തിലൊന്നും എന്നെ തനിച്ചാക്കി പോകരുത്, എനിക്കെന്താണ് പിന്നീട് വീട്ടിലോട്ട് മടങ്ങിയേക്കാം എന്ന് കഴിയില്ല. പിന്നെ എന്താണ് നിങ്ങളെ എന്താണ് ഓർക്കാൻ പോലും കഴിയാത്ത വിധം എന്നെ ദൂരത്തേക്കൊന്നും അയക്കരുത്. അതായത് അമ്മയെ ഓർക്കാൻ പറ്റാത്തത്ര ദൂരത്തേക്കൊന്നും എന്നെ അയക്കരുത് എന്ന് പറയാണ്. പിന്നീട് എന്താ ചോദിക്കുന്നത്? ക്യാ ഇത്തന ബുറാഹു മേ മാ, ഞാൻ ഇത്ര മോശമാണോ അമ്മേ എന്ന് ചോദിക്കുകയാണ്. ക്യാ ഇത്തന ബുറാ മേരി മാ, ഞാൻ ഇത്ര അല്ലെങ്കിൽ ഞാൻ അത്രയ്ക്ക് മോശമാണോ എൻ്റെ അമ്മേ എന്നാണ് ആ കുട്ടി ചോദിക്കുന്നത്. അടുത്തതിൽ जब भी कभी पापा मुझे जो जोर से ചുലാത്തെ ഹേ മാ, പപ്പ എന്താണ് എന്നെ ശക്തമായിട്ട് ശക്തമായിട്ട് എന്നെ എന്താണ് ആട്ടുമ്പോഴും, ചുലാത്തെ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഊഞ്ഞാലാട്ടുക, അപ്പോഴൊക്കെ എന്താണ് മേരി നസർ ഡൂണ്ടേ, മേരി നസർ എൻ്റെ നസർ എന്ന് പറഞ്ഞാൽ ദൃഷ്ടി, ഡൂണ്ടേ എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക. മേരി നസർ ഡൂണ്ടേ തുജേ, ഞാൻ എന്താണ് എൻ്റെ അമ്മയെ അന്വേഷിക്കുകയാണ്. സോച്ചു യഹി തു ആക്കെ ധാമേ ഗിമാ, അപ്പോഴെന്താണ് ഞാൻ അമ്മയെ തിരയും, അമ്മ എന്നെ വന്ന് പിടിക്കുമെന്ന് ഞാൻ എന്താണ് കരുതാറുണ്ട്. ധാമേഗി എന്ന് പറഞ്ഞാൽ പിടിക്കുക. ഉൻസേ മേ യേ കഹത്താ നഹി, അപ്പം എന്താണ് ഞാൻ അവരോടൊന്നും പറയില്ല. पर मैं सहम जाता हूँ मैं माँ, പക്ഷെ എന്താണ് സഹമജാത്താഹു എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്താണ് എനിക്ക് പേടിയാവുന്നു, അല്ലെങ്കിൽ ഞാൻ എന്താണ് പരിഭ്രമിക്കുന്നു അല്ലേ. പക്ഷെ ഞാൻ ആരോടൊന്നും പറയുന്നില്ല, പക്ഷേ എനിക്ക് പേടിയാകുമോ എന്നെന്താണ് എനിക്ക് പേടിയാവുകയാണ് എന്ന് പറയുകയാണ്. ഉന്മേ ഏ കെഹത്താ നഹി പരമേ സഹമത് ജാത്താഹു മാ ചെഹ്റെ പേ ആനെ ദേത്താ നഹി ദിൽ മേ ഗബ്രാത്താഹു മാ, പക്ഷെ എൻ്റെ മുഖത്ത് നോക്കിയാലൊന്നും എന്താണ് ആ പേടിയൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ ആർക്കും എൻ്റെ മുഖത്തൊന്നും ആ പേടിയൊന്നും മനസ്സിലാവില്ല. പക്ഷെ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എന്താണ് ഞാൻ പേടിക്കുന്നു. ദിൽ എന്ന് പറഞ്ഞാൽ ഹൃദയം, മനസ്സ്, ഗബ്രാത്ത എന്ന് പറഞ്ഞാൽ പരിഭ്രമിക്കുന്നു, പേടിക്കുന്നു ഒക്കെ. എന്നിട്ട് എന്താ പറയുന്നത്? തുജേ സബ് ഹേ പത്താ ഹേ നമ, അമ്മേ നിങ്ങൾക്ക് എല്ലാം അറിയാം, അമ്മയ്ക്ക് എല്ലാം അറിയാം. തുജേ സബ് ഹേ പത്താ മേരി മാ, എൻ്റെ അമ്മയ്ക്ക് എന്താണ് എല്ലാം അറിയാമെന്നാണ് പറയുന്നത്. ഓ മേ കഭി ബത്തലാത്ത നഹി, എന്താണ് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പർ അന്ധേരെ സെ ഡർത്താ ഹൂ മാ, പക്ഷെ എനിക്ക് എന്താണ് ഇരുട്ടിനെ പേടിയാണ്. മാ യൂത്തോ മേ ദിക്ലാത്ത നഹി, പക്ഷെ എന്താണ് ഞാനത് കാണിക്കുന്നില്ല. തെരി പരവാഹ് കർത്താ ഹൂ മേ മാ, എന്താണ് അമ്മ എന്നെ എന്താണ് നന്നായിട്ട് കെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ അമ്മേനെ എന്താണ് നന്നായിട്ട് നോക്കുന്നുണ്ട് അല്ലേ. തുജേ സബ് ഹേ പത്താ ഹേ നമ, നിങ്ങൾക്കെല്ലാം അറിയാം അമ്മേ. തുജേ സബ് ഹേ പത്താ മേരി മാ, എൻ്റെ അമ്മേ നിങ്ങൾക്ക് എല്ലാം അറിയില്ലേ. അപ്പോൾ എന്താണ് ഈ കുട്ടി പറയുന്നത്? ആ കുട്ടിക്ക് എന്താണ്, ആ കുട്ടി ഒരിക്കലും പറയാറില്ല എനിക്ക് ഇരുട്ടിനെ പേടിയാണ്. പിന്നീട് എന്താ കുട്ടി അമ്മയെ എന്താണ് ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ തന്നെ അമ്മ തിരിച്ചു എന്താണ് മോനെ കെയർ ചെയ്യുന്നു. അങ്ങനെയുള്ള എന്താണ് എന്നെ തനിച്ചാക്കരുത് ആൾക്കൂട്ടത്തിൽ, പിന്നീട് എനിക്ക് വീട്ടിലോട്ട് മടങ്ങി വരാൻ കഴിയില്ല. മാത്രവുമല്ല എന്താണ് ദൂരത്തേക്ക് അയച്ചാൽ അമ്മയെ ഓർക്കാൻ പറ്റാത്ത രീതിയിൽ അത്ര ദൂരത്തേക്കൊന്നും എന്നെ അയക്കരുത്
അച്ഛൻ എന്നെ ഊഞ്ഞാലാട്ടുമ്പോഴും ഞാൻ തിരിയുന്ന മുഖം ആരുടേതാണ്? അമ്മയുടേതാണ്. അമ്മ ഓടി വന്ന് എന്നെ പിടിക്കുമെന്നും അതുപോലെ എനിക്ക് എൻ്റെ ഉള്ളിൽ നല്ല പരിഭ്രമവും ഭയവും ഒക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ മുഖത്തു നിന്നും അതാർക്കും കാണാൻ കഴിയില്ല. അമ്മ എന്നെ ഒരിക്കലും എവിടെയും തനിച്ചാക്കി പോവരുത് എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഈ ഒരു പാട്ടിൻ്റെ ഒരു മീനിങ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കിതിൻ്റെ ആക്ടിവിറ്റീസ് നോക്കാം. ധന്യവാദ്.